അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം പാർട്ട് 1 5ാമത്തെ ചാപ്റ്റർ ജുനൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എന്നർത്ഥം വരുന്ന പാഠത്തിലെ ദ്വിഭാത്തന വായിക്കാൻ നോക്കൂ. 1 നഖറഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനാണ്. മീകാൽ എന്ന് പറഞ്ഞാൽ മീകായിൽ അലൈഹിസ്സലാം. 1 നംലഉൽ ഫറാ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. മലമൂത്ര വിസർജനം ചെയ്യില്ല. വിശപ്പും ദാഹവുമില്ല. അവിടെയൊക്കെ എഴുതി കൊടുക്കുക. അടുത്തത് 10 മലക്കുകളെ പേര് എഴുതുക. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസറായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. 2 നുജീബു, ഉത്തരം എഴുതാം. 1 മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. 2 എന്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ സദസ്സിൽ വന്നത്? ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? അപരിചിതനായ ഒരാൾ, യാത്രയുടെ ലക്ഷണമോ ക്ഷീണമോ ഉണ്ടായിരുന്നില്ല. 3 നുൻഷിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. 1 പ്രാപിക്കുക, വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. 2 കൽപ്പനയനുസരിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കും. 3 പഠിപ്പിച്ചു, ദീൻ പഠിപ്പിച്ചു. 4 അത്ഭുതപ്പെട്ടു, സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. 5 ആഗതൻ്റെ വരവ് സ്വഹാബികളെ അത്ഭുതപ്പെടുത്തി. കൂട്ടുകാരൊക്കെ നന്നായി എഴുതുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.